ഹലോ നമസ്കാരം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമുക്കിന്നൊരു പ്ലക്കാർഡ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. കട്ടിയുള്ളത് തന്നെ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പ്ലക്കാർഡായിട്ട് കയ്യിൽ പിടിക്കാനുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി വേണം. ഇത് ഞാനൊരു A4ൻ്റെ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിൻ്റെ ആണോ പ്ലക്കാർഡ് വേണ്ടത് അതനുസരിച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പ്ലക്കാർഡ് പിടിക്കാനായിട്ട് നമുക്കൊരു സ്റ്റിക്ക് വേണം. അപ്പോൾ അതിനായിട്ട് കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെയാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പഴയൊരു ഡയറിയുടെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കട്ടി കിട്ടാനായിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് രണ്ടും ഒരു വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വരാം. A4 കൊണ്ട് തന്നെ കവർ ചെയ്തോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഏത് പേപ്പർ വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്ക് സൈഡ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേറൊരു സാധനം കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു പ്ലക്കാർഡ് സ്കൂളിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമുക്കിത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഈ ഒരു സ്റ്റിക്കും ബോർഡും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണിത്. അതിനായിട്ട് അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 4 മടക്കാണ് വേണ്ടത്. മടക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്തതിന് ശേഷം വേണം മടക്കാനായിട്ട്. നമുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സെൻറ്ററിൽ അത്രയും ഗ്യാപ്പ് വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മടക്കി കൊടുക്കാൻ. ഇവിടെ ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അവിടെ ഇന്ന മെഷർമെൻറ്റ് എന്നൊന്നുമില്ല, കുറച്ച് എടുത്തിട്ട് മടക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് പ്ലക്കാർഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സ്റ്റിക്ക്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം. ഇതൊന്നുകൂടി സേഫ് ആവാനായിട്ടൊരു പരിപാടി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ആദ്യം തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പ്ലക്കാർഡിൻ്റെ ബേസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു A4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് ഒരു കോമ്പസിൽ എടുത്തിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണ്. ഒരു ഹാഫ് അശോക ചക്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ സർക്കിൾ വരച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വീണ്ടും ഒരു സർക്കിൾ കൂടി വരയ്ക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൈയാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ അശോക ചക്രത്തിൻ്റെ മുകളിലൂടെ ഒരു കൈ ഇങ്ങനെ വരികയാണ്. സിമ്പിളായിട്ട് വരയ്ക്കാം. ജസ്റ്റ് ഇതിൽ കാണുന്നത് പോലെ തന്നെ വരച്ചാൽ മതി. മടക്കി പിടിച്ചിട്ടുള്ളൊരു കൈ ആയിട്ടാട്ടോ നമ്മൾ വരയ്ക്കുന്നത്. കൈപ്പത്തിയിൽ കുറച്ച് ലൈൻസ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ ഇവിടെ കുറച്ച് വരകൾ കാണൂലേ, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈൻസ് വരച്ചിട്ടുള്ളത്. ഒരു ഫ്ലാഗ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് പോലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫ്ലാഗിൻ്റെ സ്റ്റിക്ക് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്ലാഗ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അശോക ചക്രം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആരക്കാലുകൾ ഞാൻ ഇതേപോലെയാണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു V ഷേപ്പ് വരയ്ക്കുന്നു. എന്നിട്ട് അതിന് മുകൾ ഭാഗത്തായിട്ട് വീണ്ടും ഒരു V ഷേപ്പ് കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അടുപ്പിച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. ഗ്യാപ്പുള്ള ഈ സ്പേസസിൽ ഓരോ റൗണ്ട് ഷേപ്പ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സെമി അശോക ചക്രം ഇവിടെ കംപ്ലീറ്റ് ആയി. കളറെല്ലാം നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് പ്ലക്കാർഡ്സിലേക്ക് വേണ്ടുന്ന കോഡ്സ് എഴുതി കൊടുക്കാം. ആദ്യം ഞാൻ എഴുതുന്നത് ആസാദി കാ അമൃത് മഹോത്സവ് എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2022 ഇൻഡിപെൻഡൻസ് ഡേ തീമായിട്ടുള്ള നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോഗൻസ് എഴുതി കൊടുക്കാം. സ്ലോഗൻസ് എഴുതി കൊടുക്കുമ്പം കുറച്ച് സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ളത് വേണം എഴുതി കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് കളർ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മാക്സിമം കളർ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ആ നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ് എന്നുള്ളത് ഓറഞ്ച് കളർ കൊണ്ടും ഗ്രീൻ കളർ കൊണ്ടും എഴുതുന്നതാണ് കൂടുതൽ ബെറ്റർ. എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റെഡ് വെച്ചിട്ട് എഴുതിയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഈ ബാക്കി വന്നിട്ടുള്ള സ്പേസസിൽ 75th ഇൻഡിപെൻഡൻസ് ഡേ എന്നോ August 15th അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ എന്തായാലും ഇത്ര എഴുതുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് പ്ലക്കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. സാധാ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പ്ലക്കാർഡ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് സ്റ്റിക്കും ഈ ഒരു കാർഡും വേറെ വേറെ വെക്കുന്നതാണ് നല്ലത്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് സ്കൂളിൽ എത്തിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് സേഫായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് വേറൊരു സാധനം കൂടി വേണം. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സേഫായിട്ട് ഇരുന്നോളും. പിന്നെ അത് ഇളകി പോകുന്നില്ല. നമ്മളിത് നേരെ പിടിക്കുന്ന സമയത്തേക്ക് താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ കൂടി ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്തായാലും സേഫായിട്ട് ഇരുന്നോളും, ഇനി താഴേക്ക് വീഴൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലക്കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.